ഞാനൊരു ബ്രേക്ക്ഫാസ്റ്റ് സീരീസ് സ്റ്റാർട്ട് ചെയ്യാമെന്ന് വിചാരിക്കുന്നുണ്ട്. അപ്പോൾ ഇന്ന് അതിൻ്റെ ഡേ 1 ആണ്. ഡേ 1 ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത് പുട്ടും കടലക്കറിയാണ്. അപ്പോൾ ഞാൻ ഉണ്ടാക്കുന്ന ടൈപ്പ് കടലക്കറിയാണ് ഞാനിവിടെ കാണിക്കുന്നത്. അപ്പോൾ ആദ്യം തന്നെ ഒരു കുക്കർ എടുക്കുക. അതിനുശേഷം അതിലോട്ട് കുറച്ച് ഹോൾ സ്പൈസസ് ചേർത്ത് കൊടുക്കുക. പിന്നെ ഉള്ളി, തക്കാളി, പച്ചമുളക്. തക്കാളി ഒരെണ്ണവും ഉള്ളി ഞാനിവിടെ ഒരു 1.5 ഉള്ളി ചേർത്തിട്ടുണ്ട് കേട്ടോ. പിന്നെ നമ്മുടെ ഇന്നത്തെ താരമായ കടലയും ചേർത്ത് കൊടുക്കാം. അപ്പോൾ 2-3 ടൈപ്പ് കടലക്കറി വെക്കാറുണ്ട്. അപ്പോൾ ഇത് അതിൽ ഒരു ടൈപ്പാണ് കേട്ടോ. നല്ല ഈസി ആയിട്ട് പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്ന രീതിയിലുള്ള കറികളാണ് ഞാൻ കൂടുതലും വെക്കാറായിട്ടുള്ളത്. ഈ കടലക്കറിക്ക് പുട്ടാണ് കേട്ടോ ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ള കോമ്പിനേഷൻ. അല്ലെങ്കിൽ ഇടിയപ്പം ആയിരിക്കും കുറച്ചും കൂടി നല്ലതായിട്ടുള്ളത്. എൻ്റെ വീട്ടിലെ കുട്ടി സാറിൻ്റെ കൈയാണ് കേട്ടോ ഇത്. ആൾക്ക് ഞാൻ എങ്ങനെ തന്നെ സ്പൈസസ് അറേഞ്ച് ചെയ്താലും ഒരു തൃപ്തിയില്ല. അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റിയും തിരിച്ചൊക്കെ വെച്ച് അതിലൊരു ആനന്ദം കണ്ടെത്തുന്നതാണ് ആളുടെ പ്രധാനപ്പെട്ട ഹോബി എൻ്റെ കിച്ചണിൽ വന്നു കഴിഞ്ഞാൽ. അപ്പോൾ ഇനി കടല നമുക്ക് വേവിക്കാനായിട്ട് വെക്കാം. ഇനി നമുക്ക് കറിക്ക് ആവശ്യമായിട്ടുള്ള കുറച്ച് മസാലാസ് ഒന്ന് ഡ്രൈ റോസ്റ്റ് ചെയ്യേണ്ടതായിട്ടുണ്ട്. അപ്പോൾ കരിഞ്ഞു പോകരുത്, സിമ്മിൽ വെച്ച് വേണം നമുക്കത് റോസ്റ്റ് ചെയ്തെടുക്കാനായിട്ട്. അപ്പോൾ മുളക് പൊടി, മല്ലിപ്പൊടി, മഞ്ഞൾപ്പൊടി, കുരുമുളക് പൊടി, ഗരം മസാലപ്പൊടി ഇത്രയാണ് ഞാൻ റോസ്റ്റ് ചെയ്തെടുത്തിട്ടുള്ളത്. അപ്പോൾ അത് ആ സമയം കൊണ്ട് ഞാൻ പുട്ടിൻ്റെ മാവ് ഒന്ന് നനച്ച് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഞാനിവിടെ യൂസ് ചെയ്യുന്നത് ഡബിൾ ഹോൾസിൻ്റെ പുട്ടുപൊടിയാണ് കേട്ടോ. എനിക്ക് തോന്നുന്നു ഏറ്റവും നല്ല ബെസ്റ്റ് പുട്ട് കിട്ടുന്നത് നമ്മുടെ ഡബിൾ ഹോൾസിൻ്റെ ബ്രാൻഡിൻ്റെ പുട്ടുപൊടിയിലായിരിക്കും. ഞാൻ കുറച്ച് വർഷങ്ങളായിട്ട് ഞാൻ ആ ഒരു പൊടിയിൽ തന്നെയാണ് പുട്ടുണ്ടാക്കാറുള്ളത്. അപ്പം നമ്മുടെ കടലയൊക്കെ പാകത്തിന് വെന്ത് വന്നിട്ടുണ്ട് കേട്ടോ. ഒരുപാട് അങ്ങ് ഉടഞ്ഞൊന്നും പോവേണ്ട ആവശ്യമില്ല, കാരണം നമ്മുടെ ഈ കറി നല്ല കുറുകിയ കറി തന്നെയാണ്. അപ്പോൾ കടല വെന്തിട്ടുണ്ട്. ഇനി നമ്മൾ നേരത്തെ ഡ്രൈ റോസ്റ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന മസാലാസ് നമുക്ക് ചേർത്ത് കൊടുക്കാം. ഇനി മസാല ചേർത്തതിന് ശേഷം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ഇനി നന്നായിട്ടൊന്ന് തിളയ്ക്കാനായിട്ട് വെക്കുക. അപ്പോൾ അതേ നമ്മുടെ പുട്ട് ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. നല്ല സോഫ്റ്റ് ആയിട്ടുള്ള പുട്ടാണ്, കാണുമ്പോൾ തന്നെ മനസ്സിലാവുമല്ലോ. പിന്നെ പുട്ടുണ്ടാക്കുമ്പോൾ എനിക്ക് കുറച്ച് തേങ്ങ കൂടുതൽ ചേർത്ത് കൊടുക്കണം, അതാണല്ലോ പുട്ടിൻ്റെ ഹൈലൈറ്റ്. ഇനി നമുക്ക് കറിക്ക് താളിക്കാം കേട്ടോ. അങ്ങനെ കടുകും കറിവേപ്പിലയൊക്കെ താളിച്ചതിന് ശേഷം നമ്മുടെ കറിയിൽ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ അടിപൊളി കടലക്കറി റെഡി ആയിട്ടുണ്ട് കേട്ടോ. ഇത് ഏകദേശം നമ്മൾ ഈ ഹോട്ടലിലൊക്കെ പോകുമ്പോൾ കിട്ടുന്ന ആ ഒരു സ്റ്റൈൽ ഓഫ് കടലക്കറിയാണ്, നമ്മുടെ വറുത്ത പൊടി ചേർക്കുന്ന കടലക്കറി. അപ്പോൾ നമ്മളിതിൽ തേങ്ങ വറുത്തരച്ചിട്ടില്ല, കടല ഉടച്ച് ചേർത്തിട്ടില്ല, ഒന്നും തന്നെ ചെയ്തിട്ടില്ല. പക്ഷേ നല്ല കുറുകിയ ചാറോടുകൂടിയുള്ള കടലക്കറിയാണ് നമുക്ക് കിട്ടുന്നത്. കുറച്ച് നാളായിട്ട് ഞാനൊരു പൈനാപ്പിൾ വാങ്ങി ഫ്രിഡ്ജിനകത്ത് തന്നെ വെച്ചിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ ഞാൻ ഇന്ന് അവനെ പുറത്തെടുത്ത് നമ്മുടെ യൂട്യൂബിൽ ഇപ്പോൾ കറങ്ങി തിരിഞ്ഞ് കിടക്കുന്ന വൈറലായിട്ടുള്ള പൈനാപ്പിൾ ഫ്രൈ ഉണ്ടല്ലോ, അത് ഞാനും ഇന്ന് ട്രൈ ചെയ്തു കേട്ടോ. നല്ല അടിപൊളി സാധനമായിരുന്നു. അപ്പോൾ ഇതോടുകൂടി എൻ്റെ ബ്രേക്ക്ഫാസ്റ്റ് പരിപാടി